السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറെ പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഒരു മാസത്തെ നോമ്പുകാലം അവസാനിപ്പിക്കുകയും ഇബാദത്തുകൾ അത് ചെയ്ത് പൂർത്തീകരിക്കുകയും ചെയ്ത സന്തോഷത്തിന്റെ സുദിനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ചിട്ടുള്ളത്. ശവ്വാലിന്റെ മാസപ്പിറ അത് കണ്ടത് മുതൽ ഈ മുസല്ലയിലേക്ക് എത്തുന്നത് വരെ, അല്ല നിസ്കാരം തീരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള തക്ബീർ ധ്വനികൾ നമ്മൾ ചൊല്ലുകയുണ്ടായിരുന്നു. ഈ തക്ബീർ ധ്വനികൾ അത് കേവലം മുദ്രാവാക്യങ്ങളല്ല, അത് കേവലം അപശബ്ദങ്ങളല്ല, അത് വെറും വാക്കല്ല, മറിച്ച് അത് മുസ്ലിമിന്റെ ആദർശമാണ്, അത് മുസ്ലിമിന്റെ വിശ്വാസമാണ്. ആ വിശ്വാസം അത് പ്രഖ്യാപിക്കുകയാണ് അവൻ അതിലൂടെ ചെയ്യുന്നത്. അവനെ നോമ്പെടുക്കുവാൻ തൗഫീഖ് നൽകിയ, അതുപോലെ തന്നെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ തക്ബീറുകളിലൂടെ അവൻ മഹത്വപ്പെടുത്തുകയും ആ റബ്ബിനെ ഓർക്കുകയും ആ റബ്ബിനോട് നന്ദി കാണിക്കുകയുമാണ് ചെയ്യുന്നത്. അല്ലാഹു പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ. റമളാനിന്റെ എണ്ണപ്പെട്ട ദിവസങ്ങൾ അതിലെ ഇബാദത്തുകൾ പൂർത്തീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തക്ബീറുകൾ ചൊല്ലി അവനെ മഹത്വപ്പെടുത്തി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നന്ദിയുള്ള ആളുകളാകുന്നതിനു വേണ്ടി ഈ ദീനിന്റെ കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തക്ബീർ ധ്വനികൾ റബ്ബിനുള്ള മഹത്വപ്പെടുത്തലാണ്, അവനെ
നമ്മൾ ഈ തക്ബീർ ധ്വനികളിലൂടെ അവനോട് നന്ദി കാണിക്കുകയാണ്. ആ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് നമ്മൾ നമ്മളുടെ സന്തോഷം അത് പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ തക്ബീർ ധ്വനികൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ളത് അത് ഒരു മുദ്രാവാക്യമല്ല. അത് കേവലം ആവേശപ്രകടനത്തിന്റെ മുദ്രാവാക്യങ്ങളല്ല, മറിച്ച് ഇസ്ലാമിന്റെ ആദർശത്തിന്റെ, ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന്റെ, അചഞ്ചലമായ വിശ്വാസത്തിന്റെ, ഇസ്ലാമിന്റെ തലവാചകങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ വാചകങ്ങൾ അത് ഇസ്ലാമിന്റെ ആദർശമാണ് സഹോദരങ്ങളെ. എന്താണ് ഈ വാചകങ്ങളുടെ അർത്ഥമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആശയങ്ങൾ, ആ വാക്കിന്റെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഓരോ പെരുന്നാളുകൾക്കും നമ്മൾ ഇത് ഉരുവിടുന്നു. നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവിനെ തക്ബീർ ചൊല്ലുന്നു. ബാങ്കലുകളിലൂടെ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ കേൾക്കുന്നു. അങ്ങനെ മുസ്ലിമിന്റെ ജീവിതവുമായി വളരെ അടുത്ത ബന്ധമുള്ള വാചകങ്ങളാണിത്. ഈ വാചകങ്ങളുടെ ആശയങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ഇത് കേവലം വാക്കല്ല. ഈ വാക്കുകൾ, അതിന്റെ ആശയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തണം. നമ്മുടെ ആദർശത്തിലും ജീവിതത്തിലും വിശ്വാസത്തിലും ഈ വാക്കുകളുടെ സ്വാധീനമുണ്ടാകണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 4 വാക്കുകൾ. ഒന്നാമത്തേത് സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തേത് വൽഹംദുലില്ലാഹ്, മൂന്നാമത്തേതും നാലാമത്തേതും ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള 2 വാക്കുകൾ ഈ തക്ബീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അബ്ലഗു കലിമത്തിൻ ഖാലഹൽ അറബു ഫി തഅദീം വൽ ഇജ്ലാൽ. അറബികൾ പറഞ്ഞ വാക്കുകളിൽ പ്രതാപവും ഗാംഭീര്യവും ബഹുമാനവും ഉൾക്കൊള്ളുന്ന ഏറ്റവും അർത്ഥവത്തായ വാക്കാണ് അല്ലാഹു അക്ബർ എന്ന വാക്ക്. എന്താണ് സഹോദരങ്ങളെ അതിന്റെ അർത്ഥം? അല്ലാഹു അക്ബറു മിൻ കുല്ലി ഷൈ. അല്ലാഹു എല്ലാത്തിനേക്കാളും വലിയവനാണ്. അവനേക്കാൾ വലുതായി ഒന്നും തന്നെയില്ല. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അവന്റെ വിശേഷണങ്ങൾ കൊണ്ട്, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവന്റെ നാമങ്ങൾ കൊണ്ട് അവൻ ഏറ്റവും ഉന്നതനാണ്, ഏറ്റവും വലിയവനാണ്. അവനേക്കാൾ വലുതായി, അവനേക്കാൾ ഉന്നതമായി മറ്റൊന്നുമില്ല എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. അല്ലാഹുവിന്റെ വലുപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹു പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. ജൂതന്മാരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ അവർ കണക്കാക്കിയിട്ടില്ല. എന്താണ് അല്ലാഹുവിന്റെ മഹത്വം? അല്ലാഹുവിന്റെ ഗാംഭീര്യം എന്താണ്? അവന്റെ വലുപ്പം എന്താണ്? വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഈ വിശാലമായ ഭൂമിയുണ്ടല്ലോ, ഈ കാണുന്ന ആകാശവും, ഈ കാണുന്ന മലകളും, ഈ കാണുന്ന വൃക്ഷങ്ങളും, ഈ കാണുന്ന ജന്തുജാലങ്ങളുമുള്ള പ്രവിശാലമായ ഈ ദുനിയാവ്, ഈ ഭൂമി, അത് പരലോകത്ത് റബ്ബിന്റെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി. ആകാശങ്ങൾ, വിശാലമായ ഉയർന്നു നിൽക്കുന്ന ഈ ആകാശങ്ങൾ, അത് അല്ലാഹു അവന്റെ വലത് കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കുന്നതാണ്. അല്ലാഹുവിന്റെ വലുപ്പം ഇതാണ് സഹോദരങ്ങളെ. അവൻ അർശിന്റെയും കുർസിയിന്റെയും റബ്ബാൻ. കുർസി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാൽപാദങ്ങൾ വെക്കുന്ന സ്ഥാനമാണ്. അത് ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്ന അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആകാശഭൂമികളും അല്ലാഹുവിന്റെ കാൽപാദം വെക്കുന്ന കുർസിയും താരതമ്യം ചെയ്താൽ ആകാശഭൂമികൾ
അത് ആ കുർസിയിനോട് താരതമ്യം ചെയ്താൽ ആകാശഭൂമികൾ വെറും ഒരു മരുഭൂമിയിൽ നിക്ഷേപിച്ച മോതിരത്തിന്റെ വലുപ്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ കുർസിയുടെ റബ്ബാണ് അല്ലാഹു. ആ കുർസിയിനേക്കാൾ വലുതായ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ അർശ്, അവന്റെ സിംഹാസനം. അല്ലാഹുവിന്റെ കുർസിയും അല്ലാഹുവിന്റെ സിംഹാസനവും അർശും താരതമ്യം ചെയ്താൽ, അല്ലാഹുവിന്റെ കുർസിയും അല്ലാഹുവിന്റെ അർശും താരതമ്യം ചെയ്താൽ, കുർസി വെറും മരുഭൂമിയിൽ അകപ്പെട്ട ഒരു മോതിരത്തിന്റെ വലുപ്പമേ ഉണ്ടാവുകയുള്ളൂ. ആ അർശിന്റെയും കുർസിയിന്റെയും റബ്ബാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏറ്റവും മഹത്തായ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ അർശ് എന്നാൽ. ആ അർശിന്റെ വാഹകരായ മലക്കുകളുണ്ട്. ആ അർശിനെ വഹിക്കുന്ന ഒരു മലക്കിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ബൈന ശഹ്മതി ഉദുനിഹി ഇലാ ആതിഖിഹി മസീറതു 700 ആം. അല്ലാഹുവിന്റെ അർശിനെ വഹിക്കുന്ന ഒരു മലക്കിന്റെ വലുപ്പം ആ മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ ആ മലക്കിന്റെ തോള് വരെ 700 വർഷത്തെ വഴി ദൂരമുണ്ട് എന്ന്. അല്ലാഹുവിന്റെ അർശിന്റെ വാഹകനായ ഒരു മലക്കിന്റെ വലുപ്പം ഇതാണ് എങ്കിൽ, ആ അർശിന്റെ മേൽ ഉപവിഷ്ടനായ റബ്ബിന്റെ വലുപ്പം എത്രയാണ് സഹോദരങ്ങളെ? ആ റബ്ബിന്റെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. ഇത് മനസ്സിലാക്കി അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നവൻ, അവന്റെ മനസ്സിൽ റബ്ബിനേക്കാൾ സ്ഥാനമുള്ള ഒരാളും ഉണ്ടാകുവാൻ പാടില്ല. അവന്റെ മനസ്സിൽ റബ്ബിനേക്കാൾ അവൻ സ്നേഹിക്കുന്ന ഒന്നും ഉണ്ടാകുവാൻ പാടില്ല. അവന്റെ മനസ്സിൽ റബ്ബിനേക്കാൾ അവൻ ഭയപ്പെടുന്ന ഒരാളും ഉണ്ടാകുവാൻ പാടില്ല. അവന്റെ മനസ്സിൽ റബ്ബിനേക്കാൾ അവൻ ഭരമേൽപ്പിക്കുന്ന ഒരാളും ഉണ്ടാകുവാൻ പാടില്ല. അവന്റെ മനസ്സിൽ അവൻ പ്രതീക്ഷയർപ്പിക്കുന്ന റബ്ബിനെ പോലെ ഒരാളും ഉണ്ടാകുവാൻ പാടില്ല. ഈ വാക്ക് പറഞ്ഞവൻ എങ്ങനെയാണ് കാര്യങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളിൽ ഭരമേൽപ്പിക്കുക? ഈ വാക്ക് പറഞ്ഞ ഒരുവന് എങ്ങനെയാണ് അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് സഹായത്തേട്ടവുമായി സഹായ അഭ്യർത്ഥനകളുമായി അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് പോകുവാൻ സാധിക്കുക? റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കിയവനെ എങ്ങനെയാണ് റബ്ബിനെ ഉപേക്ഷിച്ച് റബ്ബല്ലാത്തവരിലേക്ക് പോകുവാൻ സാധിക്കുക? ഈ വാക്ക് മനസ്സിലാക്കിയ ഒരുവൻ എങ്ങനെയാണ് റബ്ബിനെ ധിക്കരിക്കുവാൻ സാധിക്കുക? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. തിന്മകൾ ചെയ്യുന്നവരെ, റബ്ബിനെ ധിക്കരിക്കുന്നവരെ, അല്ലാഹു അല്ലാത്ത ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ, നിങ്ങൾ അല്ലാഹുവിനെ എന്ത് ഗാംഭീര്യമാണ് നിശ്ചയിച്ചത്? നിങ്ങൾ അല്ലാഹുവിനെ എന്ത് മഹത്വമാണ് കൽപ്പിച്ചത്? നിങ്ങൾ കാണുന്നില്ലേ, 7 ആകാശവും വിശാലമായ ഭൂമിയും നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ നിങ്ങൾ, അവനുള്ള ബഹുമാനം നിങ്ങൾ വകവെച്ചു കൊടുക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് പരമോന്നതൻ, അവനാണ് അത്യുന്നതൻ. അവന്റെ വിശേഷണങ്ങൾ, അവന്റെ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും ഉത്തമമായതാണ്. അവന് യാതൊരു കുറവുകളുമില്ല, യാതൊരു ന്യൂനതകളുമില്ല. അല്ലാഹു പരിപൂർണനാണ്. അവന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, അവന്റെ എല്ലാ വിശേഷണങ്ങളിലും അല്ലാഹു പരിപൂർണനാണ്. അല്ലാഹു അക്ബർ, അതിന്റെ അർത്ഥം അതാണ്. അതിന്റെ അർത്ഥം അതാണ് സഹോദരങ്ങളെ. അവൻ ഏറ്റവും മുകളിലാണ്, അവൻ ഏറ്റവും മുകളിലാണ്. അല്ലാഹുവിന്റെ ഏറ്റവും ഉയർന്ന സൃഷ്ടിയാണ് അല്ലാഹുവിന്റെ അർശ്. അതിനേക്കാൾ മുകളിലാണ് അല്ലാഹു, അർശിന്റെ മുകളിലാണ് അല്ലാഹു. അർശ് 7 ആകാശത്തിനും മുകളിലാണ്. പ്രമാണങ്ങളിൽ വന്നതുപോലെ ഓരോ ആകാശത്തിനുമിടയിൽ 500 കൊല്ലത്തെ വഴി ദൂരമുണ്ട്. 1-ാം ആകാശം മുതൽ 2-ാം ആകാശം വരെ 500 കൊല്ലത്തെ വഴി ദൂരം. അങ്ങനെ ഓരോ ആകാശങ്ങൾക്കുമിടയിൽ 500 കൊല്ലത്തെ വഴി ദൂരമുണ്ട് എങ്കിൽ 7-ാം ആകാശത്തിനും മുകളിൽ അർശിന്റെ മേലായ റബ്ബൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവൻ ഏറ്റവും ഉന്നതനാണ്. അവന് യാതൊരു ന്യൂനതകളുമില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം.
അള്ളാഹുവിനെ മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല, അവന് ക്ഷീണം ബാധിക്കുകയില്ല, അവന് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, അവന് സന്താനങ്ങളില്ല, അവന് ഇണകളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പരിപൂർണനാണ്. ഏറ്റവും മുകളിലിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിരീക്ഷിക്കുന്നു, നമ്മളെ കാണുന്നു, നമ്മളെ അറിയുന്നു, നമ്മളെ കേൾക്കുന്നു, നമ്മളെ നിയന്ത്രിക്കുന്നു. ആ റബ്ബിനെ എങ്ങനെയാണ് നമുക്ക് ധിക്കരിക്കുവാൻ സാധിക്കുക? പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഉൻദുർ ഇദമ മൻ അസൈത്, നിങ്ങൾ ധിക്കരിക്കുന്ന അല്ലാഹുവിന്റെ മഹത്വത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. തിന്മകൾ ചെയ്യുമ്പോൾ, ഹറാമുകൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ധിക്കരിക്കുന്നത് ഈ റബ്ബിനെയാണ് നിങ്ങളെന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹുവിന്റെ മഹത്വത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. സഹോദരങ്ങളെ, നമ്മൾ റബ്ബിന്റെ വിശേഷണങ്ങളാണിത്, നമ്മുടെ റബ്ബിന്റെ മഹത്വമാണിത്. ഈ റബ്ബിന്റെ അടിമകളാണ് നമ്മൾ എന്നതിൽ നമ്മൾ അഭിമാനിക്കുക, അന്തസ്സുള്ളവരാവുക. ആ റബ്ബിൽ നമ്മൾ തൃപ്തിപ്പെടുക. ആ റബ്ബ് അവൻ നമുക്ക് മതിയായവനാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, അടിമകൾക്ക് ഈ റബ്ബ് പോലെ ഉന്നതനായ ഏറ്റവും വലിയവനായ എല്ലാ പരിപൂർണതകളുടെയും റബ്ബായ ഒരു ന്യൂനതയും ഒരു കുറവുമില്ലാത്ത ഈ റബ്ബ് പോലെ നമുക്ക്, ഈ റബ്ബിൽ നമുക്ക് തൃപ്തിപ്പെട്ടുകൂടെ? ഈ റബ്ബിന്റെ അടിമകളായതിൽ നമുക്ക് അഭിമാനിച്ചുകൂടെ? ഈ റബ്ബിന്റെ അടിമകളായതിൽ നമുക്ക് അന്തസ്സ് കണ്ടെത്തിക്കൂടെ? സഹോദരങ്ങളെ, നമ്മൾ ആരാധിക്കുന്നത് ഈ റബ്ബിനെയാണ്, നമ്മൾ സ്നേഹിക്കുന്നത് ഈ റബ്ബിനെയാണ്, നമ്മൾ പ്രതീക്ഷയർപ്പിക്കുന്നത് ഈ റബ്ബിലാണ്, നമ്മൾ ബരമേൽപ്പിക്കുന്നത് ഈ റബ്ബിലാണ്. അതല്ലാതെ കാണാത്ത കേൾക്കാത്ത നിശ്ചലമായ നിർജീവമായ ഒരു ഉപകാരമോ ഉപദ്രവമോ നേടിത്തരാത്ത കേവലം വിഗ്രഹങ്ങളെയോ ആൾ ദൈവങ്ങളെയോ പുണ്യപുരുഷന്മാരെയോ തങ്ങന്മാരെയോ ബാവമാരെയോ ബീവിമാരെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ മലക്കുകളെയോ ജിന്നുകളെയോ അല്ല നമ്മൾ ആരാധിക്കുന്നത്, ഈ റബ്ബിനെയാണ്. ഏറ്റവും വലിയവനായ ഏറ്റവും ഉന്നതനായ റബ്ബിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ഈ റബ്ബിനെ വിട്ട് ഒരു സൃഷ്ടിയിലേക്കും നമ്മൾ തിരിയേണ്ടതില്ല. ഈ റബ്ബ് നമുക്ക് മതിയായവനാണ്. ഈ റബ്ബിനെ നമ്മൾ ഭയപ്പെടണം. ഈ റബ്ബിന്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ റബ്ബിന്റെ മഹത്വം നമ്മുടെ മനസ്സിലേക്ക് അലയടിച്ചു കയറണം. മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങളോട് ഇത്തഖില്ലാ, അല്ലാഹുവിന്റെ റബ്ബിന്റെ നാമം ഒന്ന് പറയപ്പെട്ടാൽ അവരുടെ കൈകളിലുള്ളത് ഉറച്ചു പോകുമായിരുന്നു. എത്രത്തോളം എന്നാൽ ജാഹിലിയ്യത്തുള്ള മുശ്രിക്കുകൾക്ക് വരെ റബ്ബിന്റെ പേര് കേട്ടാൽ പേടിയായിരുന്നു. അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിപ്പോകുമായിരുന്നു. റബ്ബിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർ കിടുകിട എന്ന് ഉറക്കുമായിരുന്നു. നിങ്ങൾക്കറിയുമോ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞ് ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അവിടുത്തെ വാൾ ഒരു മരത്തിൽ തൂക്കിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ വാളോങ്ങി ഒരു അറാബി നിൽക്കുകയാണ്. ആ അറാബി ചോദിച്ചു, മുഹമ്മദ്, ഈ വാളിന്റെ മുനയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ ആരുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടും പതറാതെ അവിടുന്ന് പറഞ്ഞു, അല്ലാഹു ഉണ്ടടാ, അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ ആ അറാബിയുടെ കൈ വിറക്കുകയും അവന്റെ കയ്യിൽ നിന്ന് ആ വാള് നിലത്തു വീഴുകയും ചെയ്തു. മുശ്രികൾക്ക് വരെ റബ്ബിന്റെ മഹത്വം തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവൻ പിന്നീട് മുസ്ലിമായ ചരിത്രം നമുക്ക് വായിക്കുവാൻ സാധിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന തക്ബീറിന്റെ വാചകങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണത്. അടുത്ത വാചകം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഏറ്റവും വലിയവനായതുകൊണ്ട് തന്നെ, അവൻ അത്യുന്നതനായതുകൊണ്ട് തന്നെ, എല്ലാം കൊണ്ടും പരിപൂർണനായതുകൊണ്ട് തന്നെ അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. അവനാണ് ആരാധനകൾക്ക് അർഹനായവൻ. തൗഹീദിന്റെ പ്രഖ്യാപനമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും വലിയവൻ. അവന് പുറമെയുള്ളതെല്ലാം അവന്റെ കേവലം സൃഷ്ടികളാണ്, ന്യൂനതകളും കുറവുകളും ഉള്ള ആളുകളാണ്. അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നതുകൊണ്ട് തന്നെ അവനെ മാത്രമേ ആരാധിക്കാവൂ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവനു പുറമെ ഇവിടെ ആരാധിക്കപ്പെടുന്ന എന്തുണ്ടോ, വിഗ്രഹങ്ങളുണ്ടോ, കല്ലുകളുണ്ടോ, മുള്ളുകളുണ്ടോ, എന്തുണ്ടോ, ഔലിയാക്കളുണ്ടോ, അമ്പിയാക്കളുണ്ടോ, ജാറങ്ങളുണ്ടോ, മക്ബറകളുണ്ടോ, അതൊന്നും ആരാധനകൾക്ക് അർഹതയില്ലാത്തവരാണ്. അതൊക്കെ വ്യാജന്മാരായ ആലിഹത്തുകളും ആരാധ്യന്മാരുമാണ്. അവരെല്ലാം വർജിക്കണം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിലുള്ളത്. ذلك بأن الله هو الحق وأن ما يدعون من دونه هو الباطل. അല്ലാഹു അവനാണ് സത്യമായവൻ, അവനാണ് സത്യമായും ആരാധനകൾക്ക് അർഹനായവൻ. അവനു പുറമെ മനുഷ്യന്മാർ വിളിച്ചാരാധിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിരർത്ഥകമാണ്, ഫലശൂന്യമാണ്. അവരെ ആരാധിക്കുവാൻ പാടില്ല, അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പാടില്ല, അവരോട് ഇസ്തിഗാസ നടത്തുവാൻ പാടില്ല, അവരോട് സഹായം തേടുവാൻ പാടില്ല. അത് പെരുന്നാളിലൂടെ തക്ബീറുകളിലൂടെ ഒരു മുസ്ലിമായവൻ വിളിച്ചു പറയുന്നത്, പ്രഖ്യാപിക്കുന്നത് ഇതാണ്. അവന്റെ വിശ്വാസമാണ്, ആദർശമാണ്. ഇലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുകയും അങ്ങനെ മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ് അവസാനമായി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഒരിക്കലും കളവ് പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അവസാനമായി ചൊല്ലിക്കൊണ്ട് മരണപ്പെടുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഈ ആദർശം ഉണ്ടാകണം. അവന്റെ ജീവിതത്തിൽ ഈ ആദർശം കറകളഞ്ഞ രൂപത്തിലുണ്ടായിരിക്കണം. ഈ ആദർശമില്ലാതെ കേവലം നാവ് കൊണ്ട് ചൊല്ലിയത് കൊണ്ട് മാത്രം ഇത് ഉപകാരപ്പെടുകയില്ല. ശിർക്കുകളും കുഫ്റും പ്രവർത്തിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലാണ് എന്നതിനർത്ഥമില്ല. അവന്റെ ജീവിതത്തിൽ അതുണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ ആത്മാർത്ഥമായി വിശ്വാസത്തോടുകൂടി അവന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അതല്ലാതെ ജീവിതത്തിലെമ്പാടും അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നേരുകയും അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുകയും ചെയ്ത ആളുകൾക്ക് ഒന്നാമത്തെ കാര്യം, അവർക്ക് ഈ വാക്ക് പറയാൻ തൗഫീഖ് ലഭിക്കപ്പെടുകയില്ല. ഇനി അങ്ങനെ പറഞ്ഞാൽ തന്നെ അവന്റെ ജീവിതം കൊണ്ട് ഇത് സാക്ഷാത്കരിച്ചിട്ടില്ല എങ്കിൽ അതവൻ ഉപകരിക്കുകയില്ല. അങ്ങനെ ഉപകരിച്ചിരുന്നുവെങ്കിൽ ഈ ഉമ്മത്തിലെ ഏറ്റവും കിബറുള്ള ഫിർഔൻ അവനിത് ഉപകരിക്കുമായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം ചൊല്ലിക്കൊണ്ട് മരണപ്പെട്ട ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ച് അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു എങ്കിൽ ഫിർഔനിന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. ഫിർഔൻ മുങ്ങിത്താഴുമ്പോൾ റബ്ബിന്റെ ശിക്ഷ അവന് പിടികൂടിയപ്പോൾ അവൻ പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീലുകാർ വിശ്വസിച്ച റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു എന്താണ് പറഞ്ഞത്? അൽ ആന വഖദ് അസൈത ഖബൽ, ഇപ്പോഴാണോ നിനക്ക് സമയമായത്? ഇതിനു മുൻപ് നീ അല്ലാഹുവിനെ ധിക്കരിച്ചില്ലേ, അല്ലാഹുവിനെ നിഷേധിച്ച് തള്ളിയില്ലേ, ഇപ്പോഴാണോ നിനക്ക് സമയമായത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ജീവിതത്തിൽ പകർത്തുവാനുള്ളതാണ്. അത് മുദ്രാവാക്യമായി തക്ബീറുകളായി കേവലം ഇങ്ങനെ ഉരുവിടേണ്ട കാര്യമല്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരുവന്റെ മനസ്സിലുണ്ടാകേണ്ട ആദർശത്തിന്റെ പാഠങ്ങളാണിത്. ഈ ആദർശം ജീവിതത്തിൽ ഇല്ലാതെ ഈ തക്ബീറുകൾ ഉരുവിട്ടത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ
നിങ്ങളിത് മനസ്സിലാക്കണം. ഇത് തൗഹീദിന്റെ വാക്കുകളാണ്, റബ്ബിനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളാണ്. ഈ തൗഹീദാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഈ തൗഹീദാണ് സ്വർഗക്കാരെയും നരകക്കാരെയും വേർതിരിക്കുന്ന സംസാരം. തൗഹീദാണ് സ്വർഗത്തിന്റെ മൂല്യം. ഈ തൗഹീദ് ശരിയാകാതെ ഒരുവൻ കോടിക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും ഈ തൗഹീദ് ഇല്ലാതെ അവന്റെ ഇസ്ലാം ശരിയാവുകയില്ല. മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടണമെങ്കിൽ, ഒന്നിക്കണമെങ്കിൽ ഈ തൗഹീദിന്റെ കൊടക്കീഴിൽ ഒന്നിക്കണം. ഈ തൗഹീദുള്ള ആളുകളായി മാറണം. അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ സഹായം ഈ ഉമ്മത്തിലേക്ക് വരണമെങ്കിൽ, ശത്രുക്കളിൽ നിന്ന് ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായി ഈ സമൂഹത്തിൽ തൗഹീദ് ഉണ്ടായിരിക്കണം. തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കപ്പെടാം. പിന്നീട് ആ തൗഹീദിന് ശേഷം പിന്നൊരു നിർഭയത്വമില്ലാത്തൊരവസ്ഥയും നമുക്കുണ്ടാവുകയില്ല. തൗഹീദ് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ എല്ലാ നിർഭയത്വവും നമുക്കുണ്ടായിരിക്കും. തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നെ ഒരു മിസൈലുകളും ഒരു ബോംബുകളും ഒരുവന്റെ ഭീഷണിപ്പെടുത്തലുകൾക്കും നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ടതില്ല. തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹുവിന്റെ സഹായം ഉറപ്പായും ഉണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന. ചില ആളുകൾ പറയുന്നു, കുറച്ചാളുകൾ നിങ്ങൾക്കെതിരെ അവർ തിരിഞ്ഞിരിക്കുന്നു, നിങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി കുറച്ചാളുകൾ അവർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയും അവർ പറയും വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അവൻ എത്രയോ ബരമേൽപ്പിക്കുവാൻ എത്ര നല്ലവനാണ് എന്നവർ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റബ്ബിനാണ് എല്ലാ സ്തുതികളും ഉള്ളത്, എല്ലാ നന്ദി വാചകങ്ങളും, എല്ലാ പുകഴ്ത്തലുകളും, എല്ലാ മഹത്വങ്ങളും റബ്ബിനാണുള്ളത്. അവനാണ് അതിനർഹതയുള്ളവൻ. അവൻ എല്ലാ നല്ല വിശേഷണത്തിന്റെയും ഉടമയാണ്, എല്ലാ നല്ല പ്രവർത്തനത്തിന്റെയും ഉടമയാണ്, എല്ലാ അനുഗ്രഹവും നൽകിയവൻ അവനാണ്. അതുകൊണ്ട് അവനാണ് എല്ലാ സ്തുതി വാക്കുകളും, എല്ലാ നന്ദി വാക്കുകളും, എല്ലാ മഹത്വങ്ങളും അവനാണുള്ളത്. അത് അവന്റെ സൃഷ്ടികളായ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ്. അവന്റെ ആ അവകാശം തിരിച്ചറിഞ്ഞ്, അവന്റെ മഹത്വവും അവന്റെ ഗാംഭീര്യവും തിരിച്ചറിഞ്ഞ് ഈ ഭൂലോകത്തുള്ള സകല കാര്യങ്ങളും അള്ളാഹുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദിൽ മലിക്കിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹകീം. ഈ ആകാശഭൂമികളിലുള്ളതെല്ലാം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം റബ്ബിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു, റബ്ബിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ, റബ്ബിനെ പുകഴ്ത്തുവാൻ, റബ്ബിലേക്ക് മടങ്ങുവാൻ നിനക്കെന്തിനാണ് വൈമനസ്യം? നിനക്കെന്തിനാണ് ഇത്ര അഹങ്കാരം? നിനക്കെന്തിനാണ് ഇത്ര മടി? ഈ ഭൂലോകത്തുള്ള സകല കാര്യങ്ങളും റബ്ബിനെ കീഴ്പ്പെട്ട് അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിരിക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിലേക്ക് മടങ്ങുക. തൗഹീദിന്റെ ഈ മന്ത്രധ്വനികൾ, തൗഹീദിന്റെ ഈ കലിമാത്തുകൾ, ഈ തക്ബീറുകൾ, ഓരോ പെരുന്നാളുകൾ വരുമ്പോഴും നമ്മുടെ ആദർശം, നമ്മുടെ വിശ്വാസം അത് ഊട്ടിയുറപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക, ഈ വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ അടിമകളായി നമ്മൾ മാറുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടുവാൻ പാടില്ല. മരണം വരെ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുക. ഈ റബ്ബിന്റെ യഥാർത്ഥ അടിമകളായി അവനെ വഴിപ്പെട്ട് അവന്റെ മഹത്വം മനസ്സിലാക്കി അവനിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി മരണം വരെ തുടരുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പെരുന്നാളിന്റെ ദിവസം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബയിൽ
സ്ത്രീകൾക്ക് പ്രത്യേകം ഉപദേശം നൽകാറുണ്ടായിരുന്നു. അവിടുത്തെ ശരീരയിൽപ്പെട്ടതാണ് സഹോദരിമാരോട് ഗൗരവപൂർവം ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന, സ്ത്രീകളെ, വിശ്വാസിനികളെ, റബ്ബിനെ മനസ്സിലാക്കിയവരെ, സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുക. ഇതേതെങ്കിലും ഉസ്താദുമാരോ ഏതെങ്കിലും ജമാഅത്തുകാരോ ഏതെങ്കിലും പള്ളി കമ്മിറ്റിക്കാരോ നിങ്ങളോട് പറയുന്നതല്ല, അത് അല്ലാഹുവിന്റെ വാക്കാണ്. സ്ത്രീകളെ, നിങ്ങളെ പടച്ച, നിങ്ങൾക്ക് ഈ ദുനിയാവിലുള്ള ജീവിതം സമ്മാനിച്ച നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുന്നത്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കുക, ആവശ്യത്തിന് മാത്രം നിങ്ങൾ പുറത്തിറങ്ങുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പുറത്തിറങ്ങുവാൻ ആകെ കൽപ്പിച്ചത് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് ഇറങ്ങുന്നതിനു വേണ്ടിയാണ്. അതിന് മാത്രമേ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുവാൻ കൽപ്പനയുണ്ടായിട്ടുള്ളൂ. പിന്നെ ആവശ്യവും അത്യാവശ്യവും പരിഗണിച്ച് അവർ പുറത്തിറങ്ങുക. അനാവശ്യമായി വീടുകൾ വിട്ട് പുറത്തിറങ്ങുവാൻ പാടില്ല, അത് ഫിത്നകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി പുറത്തിറങ്ങേണ്ട ആവശ്യം വന്നാൽ തന്നെ വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, ജാഹിലിയത്തിന്റെ അന്ധകാരത്തിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അവരുടെ സൗന്ദര്യ പ്രകടനങ്ങൾ കാഴ്ചവെച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യങ്ങൾ പിന്നെ ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്ന് അല്ലാഹു നിങ്ങളെ വിലക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിഷിദ്ധമായ കാര്യമാണ്, ഹറാമായ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തിന്റെ വിടവുകൾ പ്രദർശിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മുമ്പിലാണ്. അതല്ലാതെ അന്യപുരുഷന്മാർക്ക് മുമ്പിൽ നിങ്ങളുടെ സൗന്ദര്യങ്ങൾ പ്രകടിപ്പിക്കൽ നിങ്ങൾക്ക് നിഷിദ്ധമായ കാര്യമായി നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് നിങ്ങളുടെ നന്മക്ക് വേണ്ടി നിങ്ങളോട് കൽപ്പിക്കുകയാണ്. നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന്റെ സകാത്ത് നിങ്ങൾ നിർവഹിക്കുക. നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവം ഉണ്ടാകുവാൻ പാടില്ല. ഭർത്താവിനെ സേവിക്കുന്നുണ്ട് എങ്കിൽ, കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, അവരുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നിസ്കാരത്തിന് അത് തടസ്സമാകുവാൻ പാടില്ല. നേരത്തിന് നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങൾ സകാത്ത് കൊടുക്കണം. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. അല്ലാഹുവും റസൂലും ഒരു കാര്യം നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്. എനിക്കിങ്ങനെ സാധിക്കുകയുള്ളൂ, ഞാൻ ഇങ്ങനെ ശീലിച്ചു പോയി, ഇനി അത് മാറ്റാനൊന്നും സാധിക്കുകയില്ല എന്ന് പറയരുത്. റബ്ബിനെയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. പ്രത്യേകിച്ച് പെരുന്നാളിന്റെ ദിവസങ്ങളിൽ അന്യപുരുഷന്മാരുമായി കൂടിക്കലരുന്ന സാഹചര്യങ്ങൾ സഹോദരിമാരെ നിങ്ങൾക്കുണ്ടാകുവാൻ പാടില്ല. വസ്ത്രധാരണത്തിന്റെ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശരീരത്തിന്റെ ഉടവുകൾ അത് പ്രദർശിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കരുത്. പുരുഷന്മാരുടെ വസ്ത്രത്തിനോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങളും നിങ്ങൾ ധരിച്ചു പോകുവാൻ പാടില്ല. ഇപ്പൊ പുതിയ ട്രെൻഡാണല്ലോ പുരുഷന്മാർ ആൺകുട്ടികൾ ധരിക്കുന്നത് പോലുള്ള വസ്ത്രം ധരിക്കുക. പാന്റും ഷർട്ടും, ടീഷർട്ടും ഷർട്ടും, അതുപോലെ തന്നെ പാന്റും ജീൻസും അങ്ങനൊക്കെ ധരിച്ച് അതിന്റെ കൂടെ ഒരു മഫ്തയും ചുറ്റിയിറങ്ങിയാൽ ഒരു കുഴപ്പവുമില്ല എന്നാണ് വിചാരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹാതി ബിർരിജാലി മിനൻ നിസാ, സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന ആളുകളെ അല്ലാഹുവിന്റെ റസൂൽ, സ്ത്രീകളെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ശപിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് വസ്ത്രധാരണം നിങ്ങൾ ശ്രദ്ധിക്കണം. പുരുഷന്മാരോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുവാൻ പാടില്ല. നിങ്ങൾ കൂടികളായി പോകരുത്. സമൂഹം എങ്ങനെയാണ്? അവർ നല്ലത് ചെയ്താൽ ഞങ്ങളും നല്ലത് ചെയ്യും, അവർ ചീത്ത ചെയ്താൽ ഞങ്ങളും ചീത്തയും ചെയ്യും. അങ്ങനെ കൂടികളായി നിങ്ങൾ മാറരുത്. ദീനനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ നിങ്ങൾ പിൻപറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين
ودمر أعداءك أعداء الدين. اللهم انصر المسلمين المستضعفين في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان. اللهم انصرهم واحفظهم أينما كانوا يا رب العالمين. اللهم نفس كرب المكروبين من المؤمنين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين.